അതെ. ഓക്കെ, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ, ഞാൻ അറിയിച്ചോളാം. മേനോ നാട്ടിലെത്തിയിട്ടുണ്ട്. അയാൾ ഇനി കുറച്ചുനാൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പല ആക്ടിവിറ്റീസും കൂടുതൽ ഇന്റൻസിറ്റിയിൽ പ്രതീക്ഷിക്കാം. അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നോ മേനോന്റെ ഐഡന്റിറ്റിയോ എന്തെങ്കിലും അറിയാൻ വഴിയുണ്ടോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഞാൻ അണ്ടർ കവർ ടീമിനെ അറിയിക്കാം. ഓക്കെ. അവർ ആരൊക്കെയാണെന്നും എത്ര പേര് ടീമിലുണ്ടെന്നും അറിയാമോ? അണ്ടർ കവർ ഓഫീസേഴ്സ് ആണോ? അതെ. ഇല്ല, എനിക്കറിയില്ല. താൻ വെറുതെ നുണ പറയണ്ട. തനിക്കെല്ലാം അറിയാമെന്നും താനും ആ ടീമിൽ ഒരു അംഗമാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. താൻ സഞ്ജയ്ക്ക് സാറ്റലൈറ്റ് ഫോൺ കൈമാറുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശരിക്കും ട്രെയിനിങ് കഴിഞ്ഞ പോലീസ് ഓഫീസറുടേതാണ്. കണ്ണുകൾ എപ്പോഴും ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ആൻഡ് ഐ എം ഷുവർ യു ആർ ദ പാർട്ട് ഓഫ് ദ ടീം. പേടിക്കണ്ട, ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല. ഏയ്, നിങ്ങൾക്ക് എന്തോ തെറ്റുപറ്റിയതാ. ഞാൻ ആ ടീമിലെ അംഗമൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ ഫൈൻഡിങ്സിൽ കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിശ്ചയം ഭംഗിയായി നടന്നു. ഇനി കല്യാണം കൂടി കഴിഞ്ഞ സമാധാനായി. എല്ലാം അക്ഷിതമോളുടെ ഭാഗ്യമാ. ഇന്ന് അക്ഷിതയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? എത്ര പേരുടെ കണ്ണ് തട്ടിയിട്ടുണ്ടാവോ എന്തോ. ശരിക്കും ഒന്ന് കുടിഞ്ഞിടണം. കൈക്കും കാലിനൊക്കെ നല്ല വേദന. എത്ര നേരം അവിടെ അങ്ങനെ ഒരേ നിൽപ്പ് നിന്ന്. ഇതൊക്കെ തുടക്കമല്ലേ മോളെ? ഇനി കല്യാണവും റിസപ്ഷനും ഒക്കെ വരുമ്പോ ഇതിന്റെ ഇരട്ടി സമയം നിൽക്കേണ്ടി വരില്ലേ? അത് ശരിയാ. ഓർക്കുമ്പോ ഇപ്പോഴേ പേടിയാവുന്നു. എണ്ണക്കേട് പറയാതെ മോളെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത്. നീ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം. അത് അവളൊരു ഒഴുക്കിന് പറഞ്ഞതല്ലേ നാത്തുനെ, അല്ലേ മോളെ? ആ അതെ, ഇന്നെല്ലാം നന്നായിരുന്നു. പക്ഷേ ആ പൂർണിമ ദുർഗയോട് കുറച്ച് അധികം അടുപ്പം കാണിക്കുന്നില്ലേന്നൊരു തോന്നൽ. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിക്കാനിരുന്ന സമയത്താ പൃഥ്വി ദുർഗയെ കണ്ടത്. ദുർഗ എന്റെ ചേച്ചിയാണോന്ന് പൃഥ്വി ചോദിച്ചു. ഇവളെങ്ങനെയാ ആളുകളെ വശത്താക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി വല്ല കൂടോത്രം കയ്യിലുണ്ടോ എന്തോ. ആർക്കറിയാം, അവൾ അതും അതിനപ്പുറം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും കല്യാണം കഴിയുന്നതോടെ അക്ഷിത ഇവിടുന്ന് രക്ഷപ്പെടുമല്ലോ. അഞ്ജനയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായ എനിക്ക് സമാധാനായി. എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണോന്നാ? നിന്റെ കല്യാണത്തിന്റെ കാര്യം നാത്തും പറയുന്നു. അയ്യേ, കല്യാണോ? എനിക്കോ? അതെന്താ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? പെണ്ണിന്റെ ഒരു നാണം നോക്കി ഓടി. ഇപ്പോഴത്തെ അവസ്ഥയിലെ കല്യാണം ആലോചിച്ച ദുർഗയ്ക്ക് വന്നതുപോലത്തെ ചെറുക്കനെ കിട്ടും. അതാ എന്റെ സങ്കടം. അക്ഷിതയ്ക്ക് വന്നത്ര ഇല്ലെങ്കിലും 4 പേര് കേട്ടാൽ മോശം പറയാത്തൊരു ബന്ധം കിട്ടണം. അങ്ങനെയൊന്നുമല്ല, നമ്മൾ എപ്പോഴും മുന്നോട്ട് വേണം ചിന്തിക്കാൻ. അഞ്ജനയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തെക്കാൾ വലിയ കുടുംബത്തിൽ നിന്ന് ആലോചന വരണം. പൃഥ്വിയേക്കാൾ നല്ല പയ്യനെയും കിട്ടണം. അതൊക്കെ നമുക്ക് റെഡിയാക്കാന്നേ. എന്റെ വിവാഹം കഴിഞ്ഞാ ഞാൻ ആ കുടുംബത്തിലെ അംഗമായില്ല. അതെ, അവരുടെ ബന്ധുക്കളായും കുടുംബ സുഹൃത്തുക്കളായും എത്രയോ വലിയ പണക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നല്ലൊരു ബന്ധം നമുക്ക് റെഡിയാക്കി എടുക്കാന്നേ. നിങ്ങളിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഒരുപാട് സന്തോഷവും അതിനേക്കാൾ സമാധാനവും തോന്നുന്നുണ്ട്. എനിക്കും ഇവൾക്കും നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്താ അപ്പച്ചി ഇത്, കരയാണോ? ഓരോന്നോർത്ത് കണ്ണു നിറഞ്ഞു പോയതാ. അമ്മയ്ക്കിതെന്താ? എന്റെ കല്യാണക്കാരെ ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അയ്യടാ, അതിന് നാളെ നിന്റെ കല്യാണം നടത്താനൊന്നും അല്ല ഞങ്ങൾ ആലോചിക്കുന്നേ. ഇതൊക്കെ കുറെ വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യം. അതിനാദ്യം നീ സപ്ലൈ ഒക്കെ എഴുതിയെടുത്ത് ആദ്യം നല്ലൊരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അതിന് നീ ഇപ്പൊ എന്തിനു സപ്ലൈയുടെ കാര്യം? ഹലോ അശി. ഹലോ, തിരക്കിലാണോ? ഏയ് അല്ലല്ലോ. എന്താ വിളിച്ചത്? അതെന്താ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പൃഥ്വിയെ വിളിക്കാൻ പാടുന്നുണ്ടോ? അയ്യോ, അങ്ങനൊന്നുമില്ല. തനിക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം.
ഞാൻ വെറുതെ വിളിച്ചതാ. ചുമ്മാ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. ആഹാ, അപ്പൊ എന്നെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലേ? ഞാൻ ഓർത്തു നിശ്ചയം കഴിഞ്ഞതിന്റെ തിരക്കിലായിരിക്കും. ഏയ് അല്ല, ഇന്ന് നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങല്ലേ കഴിഞ്ഞ്. അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ട്. എനിക്കും. ഏതായാലും കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ തന്നെ ഭംഗിയായി നടന്നല്ലോ. അതെ. പിന്നെ ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒന്നും നിങ്ങൾക്ക് അത്ര ഇഷ്ടമായി കാണാൻ വഴിയില്ല അല്ലേ? എന്ന് തന്നോട് ആരാ പറഞ്ഞു? ആരും പറഞ്ഞില്ല. പിന്നെ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ളൊരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട, ഇവിടെ എല്ലാരും ഹാപ്പിയാ. പിന്നെ തന്നോടൊരു കാര്യം പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്ത് കാര്യം? ദുർഗ തന്റെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത്? അതെ. അച്ഛന്റെ ആദ്യത്തെ വിവാഹത്തെ കുറിച്ച് അറിയാലോ, അതിലുള്ള മോളാ ദുർഗ. തന്റെ ഈ ചേച്ചിയെ ഞാൻ അറിയും. എങ്ങനെ? പൃഥ്വിക്ക് എങ്ങനെ ദുർഗയെ പരിചയം? കോളേജിൽ വെച്ച് ഞാൻ ദുർഗയെ കണ്ടിട്ടുണ്ട്. വെറുതെ കാണുക മാത്രമല്ല, നന്നായി പരിചയപ്പെട്ടിട്ടുമുണ്ട്. എന്നിട്ട്? അശി, ഞാനിപ്പോ വിളിക്കാം. എനിക്കൊരു എമർജൻസി കോള് വരുന്നുണ്ട്, അതൊന്നും എടുത്തോട്ടെ. അയ്യോ, കട്ടാക്കല്ലേ. പൃഥ്വി, ദുർഗയുടെ കാര്യം പറഞ്ഞിട്ട് വെച്ചോ. നമുക്കത് പിന്നെ സംസാരിക്കാം. ഞാൻ ഈ കോളൊന്നും എടുത്തോട്ടെ. ഓക്കെ, ശരി, ബൈ.